ഇതെല്ലാം ഞങ്ങളുടെ മികവാണ്, ഞങ്ങളുടെ മിടുക്കാണ്, ഞങ്ങളുടെ കഴിവാണ് എന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മരുമകൻ കൂടിയായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും മാത്രം നിരന്തരമായി റീൽസ് ഇടുന്നു. എന്നിട്ട് ഏറ്റവും അവസാനം 2025 ഈ മെയ് മാസം 31-ാം തീയതിക്ക് മുമ്പ് 4 റീച്ചുകളുടെ ഉദ്ഘാടനത്തിന് ധൃതി പിടിച്ച് തയ്യാറെടുക്കുന്നു. ആ ധൃതി കൂടിയല്ലേ ഇപ്പോൾ ഈ അപകടം ഉണ്ടാകാൻ കാരണം? ആദ്യം നമ്മൾ ഈ വസ്തുതകളായി കാണണം. ഇവിടെ സംസാരിക്കുന്നത് ഈ രാജ്യത്തിൻ്റെ ഒരു MP ആണ്, ഒരു രാജ്യസഭാംഗമാണ് ഇടതുപക്ഷത്തിന് വേണ്ടി സംസാരിച്ചിട്ടുള്ളത്. ഇവിടെ ഈ സംസ്ഥാനത്ത് ദേശീയപാത വരേണ്ടതില്ല എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് 2013 കേന്ദ്ര സർക്കാർ, അന്നത്തെ UPA സർക്കാർ പാസ്സാക്കിയ റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ആൻഡ് റീസെറ്റിൽമെൻറ്റ് ആക്ട് വന്നതിന് ശേഷം 2013 റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആൻഡ് ട്രാൻസ്പെറൻസി ഇൻ ലാൻഡ് അക്വിസിഷൻ റീഹാബിലിറ്റേഷൻ ആൻഡ് സെറ്റിൽമെൻറ്റ് ആക്ട് 2013 വരുന്നത് വരെ ഇവിടെ ആരും എതിർത്തിട്ടില്ല. അത് വരുന്നത് വരെ എതിർത്തിട്ടുണ്ട്, അതിനുശേഷം ആരും എതിർത്തിട്ടില്ല. കാരണം എന്താ, അതിനു മുമ്പ് ഈ പറയുന്ന പോലെ ലാൻഡ് അക്വിസിഷന് വളരെ തുച്ഛമായ നാമമാത്രമായ തുക മാത്രമായിരുന്നു ലഭിച്ചുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ആ ആക്ട് UPA സർക്കാർ കൊണ്ടുവന്നതിന് ശേഷം ആവശ്യത്തിലധികം അല്ലെങ്കിൽ കൂടുതൽ നല്ല തുക ലഭിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുമ്പിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ സംസ്ഥാനത്ത് ഈ പാത കൊണ്ടുവന്ന്, ദേശീയപാത കൊണ്ടുവന്നതിൽ സംസ്ഥാന സർക്കാരിൻ്റെ പങ്കിനെ സംബന്ധിച്ചാണ് കഴിഞ്ഞ കുറേ ദിവസമായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഇതെല്ലാം ഞങ്ങളുടെ മികവാണ്, ഞങ്ങളുടെ മിടുക്കാണ്, ഞങ്ങളുടെ കഴിവാണ് എന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മരുമകൻ കൂടിയായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും മാത്രം നിരന്തരമായി റീൽസ് ഇടുന്നു. എന്നിട്ട് ഏറ്റവും അവസാനം 2025 ഈ മെയ് മാസം 31-ാം തീയതിക്ക് മുമ്പ് 4 റീച്ചുകളുടെ ഉദ്ഘാടനത്തിന് ധൃതി പിടിച്ച് തയ്യാറെടുക്കുന്നു. ആ ധൃതി കൂടിയല്ലേ ഇപ്പോൾ ഈ അപകടം ഉണ്ടാകാൻ കാരണം? അപ്പോൾ ഞാൻ ശിവദാസനോട് ചോദിക്കുന്നു, നിങ്ങളിപ്പോൾ പറയുന്ന ഈ ഞങ്ങൾക്കൊരു റോളുമില്ല, ഞങ്ങൾ ലാൻഡ് അക്വിസിഷന് സംസ്ഥാനത്ത് 25% തുക കൊടുത്തൊഴിച്ചാൽ, ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് മൊത്തം തുകയുടെ 4/1 കൊടുത്തതൊഴിച്ചാൽ ഞങ്ങൾ ഒരു പങ്കും ഞങ്ങൾക്കില്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ പിന്നെ എന്തിനായിരുന്നു മുഹമ്മദ് റിയാസ് ഈ വലിയ വീരവാദവുമായി നടന്നത്? ഈ രാജ്യത്ത് എത്രയോ താങ്കൾ പറഞ്ഞല്ലോ കേരളത്തിൽ മാത്രമാണ്, താങ്കൾക്ക് നെഞ്ചത്ത് കൈവച്ച്, താങ്കൾ ഒരു MP അല്ലേ മിസ്റ്റർ? താങ്കൾ പറയാണ് കേരളത്തിൽ മാത്രമാണ് 25% കൊടുത്തത്, താങ്കൾ പറയാൻ കഴിയുമോ? ഞാൻ തെളിയിച്ചാൽ നമ്മുടെ ഈ ഡോക്യുമെൻറ്റ്സ് ഇല്ലേ, ഈ രാജ്യത്തെ പാർലമെൻറ്റിൽ താങ്കളുടെ സഹപ്രവർത്തകനായ ശ്രീ A റഹീമിന് കേന്ദ്രമന്ത്രി കൊടുത്തിട്ടില്ലേ, മറുപടി കൊടുത്തിട്ടില്ലേ? എത്രയോ സംസ്ഥാനങ്ങൾ അവിടെ ലാൻഡ് അക്വിസിഷൻ്റെ മുഴുവൻ തുകയും കൊടുത്ത സംസ്ഥാനങ്ങളുണ്ട്. 75% കൊടുത്തവരുണ്ട്, 50% കൊടുത്തവരുണ്ട്. അപ്പോൾ ഈ രാജ്യത്ത് ഈ ഫെയർ വാല്യൂ കോമ്പൻസേഷൻ ആക്ട് വന്നതിന് ശേഷം, ഫെയർ കോമ്പൻസേഷൻ അഥവാ റീഹാബിലിറ്റേഷൻ റീസെറ്റിൽമെൻറ്റ് ആക്ട് വന്നതിന് ശേഷം ഇത്തരത്തിൽ ലാൻഡ് അക്വിസിഷൻ അഥവാ ഭൂമി ഏറ്റെടുക്കൽ വലിയ ബാധ്യതയായി വരുമ്പോൾ സംസ്ഥാനങ്ങൾ അതിൻ്റെ പങ്ക് വഹിക്കണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെ പോലെ ഈ സംസ്ഥാനവും 25% തുക കൊടുക്കുവാൻ തീരുമാനിച്ചു. അതിനപ്പുറത്തേക്ക് കേരള സർക്കാരിന് ഇതിനകത്ത് യാതൊരു പങ്കുമില്ല എന്നാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് ശരിയാണെന്ന് പറയാൻ ഈ ഒരു അപകടം വേണ്ടി വന്ന് മുഖ്യമന്ത്രിക്കും മുഹമ്മദ് റിയാസിനും അവിടെയാണ് പ്രശ്നം. അത് പറയാൻ, അത് ബോധ്യപ്പെടുത്താൻ, അത് പൊതുസമൂഹത്തിന് കേന്ദ്ര സർക്കാരിനെതിരെ വലിയ തോതിൽ വിമർശനം ഉന്നയിക്കുന്നുണ്ടോ? ഞാൻ പറയട്ടെ, ഞാനങ്ങോട്ട് പറയട്ടെന്നേ തുടങ്ങിയതല്ലേ ഉള്ളൂ, 4 വാചകമല്ല പറഞ്ഞുള്ളൂ. അപ്പോൾ അതിനപ്പുറത്തേക്ക് ഇന്നിപ്പോൾ MP ഗോവിന്ദൻ പറയാണ് ഈ കമ്പനികളുടെ പൂർവ്വകാല ചരിത്രവും അല്ലെങ്കിൽ അവർ ഇലക്ട്രൽ ബോണ്ടിനും നിങ്ങൾ ഇത്രയും ദിവസമൊന്നും അറിഞ്ഞില്ലേ? ഈ മുഹമ്മദ് റിയാസ് അല്ലേ സ്വയം ചമഞ്ഞ് തനിക്ക് യാതൊരു അധികാരവും ഇല്ലാഞ്ഞിട്ടും ഈ ഞാൻ എല്ലാവരുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഇതെൻ്റെ മിടുക്കാണ്, കണ്ടോ കേട്ടോ. MP രാജേഷ് എന്തിനാണ് പിണങ്ങിയത്? അപ്പോൾ അതുപോലെ ഒരു അവകാശവും ഇല്ലാത്ത സ്ഥലത്ത് പോയി ഇടപെട്ടിട്ട് ഈ കമ്പനികളെ സംബന്ധിച്ച് ഇത്തരത്തിലൊരു പൂർവ്വകാല ചരിത്രമുണ്ട് എന്ന് MP ഗോവിന്ദനോട് ഈ മുഹമ്മദ് റിയാസ് ഇത്രയും ദിവസം പറയാതിരുന്നുണ്ടാ? അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ അപകടം പറ്റി അല്ലെങ്കിൽ ഈ ഇതിൽ പാളിച്ച ഉണ്ടായി എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഇത് ഞങ്ങളുടേതല്ല എന്ന് പറയാനുള്ള തൊലിക്കെട്ടി ഇത്രയും കാലം ഞങ്ങളുടേതാണ്, അതിനേക്കാൾ വലുതാണ് ഇത്രയും കാലം ഇത് ഞങ്ങളുടെ കുഞ്ഞാണെന്ന് പറയാനുള്ള തൊലിക്കെട്ടി. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇവിടെ ഇപ്പോൾ ഇത്രയും വലിയ ദുരന്തം ഉണ്ടായിരിക്കുന്നു, പലയിടത്തും ഈ ദേശീയപാതയുമായി ബന്ധപ്പെട്ട പരാതികൾ വന്നുകൊണ്ടിരിക്കുന്നു, വിണ്ടുകീറൽ ഉണ്ടാകുന്നു, പൊട്ടിപ്പൊളിയുന്നു. ഇപ്പോൾ ഏറ്റവും ഗൗരവമുള്ള വിഷയം ഉണ്ടായിരിക്കുന്നത് എങ്ങനെയാണ്? ആ മണ്ണ് തന്നെ താഴ്ന്നു പോയിരിക്കുന്നു, ഇരുവശങ്ങളിലേക്കും തെന്നി മാറി മീറ്ററുകൾ കണക്കിന് താഴോട്ട് പോയിരിക്കുന്നു. ഈ വിഷയത്തിൽ NHAIക്കല്ലേ പങ്ക്? NHAI നിയന്ത്രിക്കുന്ന ആരാണ്? കേന്ദ്ര സർക്കാരാണ്. ആ NHAIയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു? ഇത്തരത്തിൽ ഈ കരാർ കമ്പനികളെ ഏൽപ്പിക്കുമ്പോൾ ആ കരാർ കമ്പനികൾ തങ്ങൾ നിശ്ചയിച്ചു കൊടുത്ത ഡിസൈൻ അനുസരിച്ച്, ഡ്രോയിങ് അനുസരിച്ച് അതിൻ്റെ എക്സിക്യൂഷൻ നടക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത ഈ NHAIക്ക് ഉണ്ടായിരുന്നില്ലേ? NHAIയുടെ 1-2 ഉദ്യോഗസ്ഥരെ മാത്രം സസ്പെൻഡ് ചെയ്തുകൊണ്ട് തീരുമോ? ഇത് എക്സിക്യൂഷൻ്റെ മാത്രം പ്രശ്നമല്ലോ, ഇത് ഡിസൈൻ്റെ പ്രശ്നമല്ലേ? തുടക്കം മുതൽ 2018-19 മുതൽ ആ പ്രദേശവാസികൾ പറഞ്ഞുകൊണ്ടിരുന്നില്ലേ ഇത്തരത്തിലല്ല ഇവിടെ വേണ്ടത്, എംബാങ്ക്മെൻറ്റ് കെട്ടിക്കൊണ്ടുള്ള ഒരു നിർമ്മാണ രീതി ശരിയല്ല, മാത്രമല്ല ഇത്തരത്തിൽ
പിന്നെ 6 ബ്ലോക്കുകൾ വെച്ചുകൊണ്ട് എംബാങ്ക്മെൻറ്റ് ഉണ്ടാക്കിയാൽ അത് 9 മീറ്റർ കഴിയുമ്പോൾ വീണ്ടും അവിടെ പില്ലറോ അല്ലെങ്കിൽ എന്തെങ്കിലും കോൺക്രീറ്റോ വേണ്ടതുണ്ട്. അതൊന്നും ചെയ്യാതെ 16-18 മീറ്റർ ഉയരത്തിൽ ഇത്തരത്തിൽ എംബാങ്ക്മെൻറ്റ് കെട്ടുമ്പോൾ പ്രദേശവാസികൾ തദ്ദേശവാസികൾ എത്ര കാലമായി സമരത്തിലാണെന്നേ. അവരെന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് ഇവിടെ വേണ്ടത് ഇതല്ല, ഞങ്ങൾക്ക് വയഡക്റ്റ് തന്നെ വേണം, അല്ലാതെ ഇത് പ്രായോഗികമാകില്ല, ഈ ഭൂമിയെക്കുറിച്ച് അറിയാവുന്നവർ ഞങ്ങളാണ് എന്ന് പറഞ്ഞിട്ടും അതൊന്നും കേട്ട വില കാണിക്കാതെ ഈ ദേശീയ NHAIയുമായി ബന്ധപ്പെട്ട സംവിധാനം മുന്നോട്ട് പോയതിന്റെ ബാക്കി പത്രമാണ് ഇപ്പോൾ കാണുന്നത്. ഇതിനിടയ്ക്ക് കൊണ്ടിന്ന് തല വെച്ച് കൊടുക്കാൻ ഈ മുഹമ്മദ് റിയാസിനോട് ആര് പറഞ്ഞു? എന്തിനാണ് പേരിൽ കമ്പനികളുമായുണ്ടായിരുന്ന ബന്ധം നേരത്തെ അറിയില്ലായിരുന്നു എന്നുള്ളത് ഇപ്പോഴാണ് ഈ കൺസ്ട്രക്ഷൻ കമ്പനിയെ കരിമ്പട്ടികയിൽപ്പെടുത്തിയിരിക്കുന്നത്. അതായത് നാട്ടിൽ നിയമപ്രകാരം പ്രവർത്തിക്കുന്ന കമ്പനികളാണ്, അവർക്കെതിരെ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. രാഷ്ട്രീയ ആരോപണങ്ങൾ, ഈ രാഷ്ട്രീയ ആരോപണം എന്തിന്റെ പേരിലാണ് ഉണ്ടായത്? ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടാണ്. ഇലക്ട്രൽ ബോണ്ട് അതിന് സുതാര്യതയില്ല, അത് ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് സുപ്രീം കോടതി വിധിക്കുന്നത് വരെ നാട്ടിൽ നിയമപ്രകാരം നടന്നു വന്നുകൊണ്ടിരുന്ന ഒന്നാണ്. കോൺഗ്രസ് അതിന്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ ആ കമ്പനിയെ ഏൽപ്പിച്ചു എന്നതൊരു കുറ്റമായി സംസ്ഥാന സർക്കാരിന് ഈ ഘട്ടത്തിലൊന്നും പറയാൻ കഴിയില്ലായിരുന്നു. സംസ്ഥാനത്ത് അതുമായി ബന്ധപ്പെട്ട അപകടങ്ങളും അപാകതകളും ഉണ്ടായപ്പോഴാണ് അത് ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. അതിലെന്താണ് അസ്വാഭാവികത? ഞാൻ പറയട്ടെ, ഇപ്പോൾ KNRC എന്ന് പറയുന്ന കമ്പനി അവർ ഇതിൽ ടെൻഡറിൽ പങ്കെടുത്ത് അവർക്ക് ടെൻഡറിൽ ഈ വർക്ക് കിട്ടി, അവർ വർക്ക് ആരംഭിച്ചു, വർക്ക് പൂർത്തീകരിച്ചപ്പോൾ പൊളിഞ്ഞു വീണപ്പോൾ അവരുടെ പൂർവ്വകാല ചരിത്രം തേടി പോകുന്ന CPM-നെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഈ KNRC-യുമായി ബന്ധപ്പെട്ട് ഹൈദരാബാദിൽ എന്തെല്ലാം പരാതികൾ ഉണ്ടായിട്ടുണ്ട്, സാൻഡ് മൈനിങ്ങുമായി ബന്ധപ്പെട്ട് നിരവധി ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ അവർക്കെതിരെ ഉണ്ട്. അവർ പിന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനിയാണ് എന്നുള്ളതൊക്കെ യാഥാർത്ഥ്യമാണ്. പക്ഷേ അവരെ കൊണ്ട് എടുക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ നിയമപ്രകാരം അല്ലെങ്കിൽ ഇപ്പോഴത്തെ ടെക്നോളജി അനുസരിച്ച് ചെയ്യേണ്ട വർക്കുകൾക്ക് അപ്പുറത്തേക്ക് ഇവിടെ മുഖ്യമന്ത്രിയും ഞാൻ പറയുന്ന മുഹമ്മദ് റിയാസും തുടർച്ചയായി ഈ പദ്ധതി വളരെ പെട്ടെന്ന് തീർക്കാൻ വേണ്ടി അവരുടെ മേൽ സമ്മർദ്ദപ്പെടുത്തിയിട്ടുണ്ട്. എന്തിന്റെ അടിസ്ഥാനത്തിൽ, എങ്ങനെയാണ് സംസ്ഥാനത്തിന്റെ പിന്നെ പൊതുമരാമത്ത് മന്ത്രി ഇത്രാം തീയതി ഞങ്ങൾ 4 റീച്ച് ഉദ്ഘാടനം ചെയ്യുമെന്ന് പറയാൻ സംസ്ഥാനത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയോട് ആരാ നിർദ്ദേശിച്ചത്? എന്തുകൊണ്ടാണ് ആ സന്ദർഭങ്ങളൊന്നും BJP-യുടെ കേന്ദ്ര നേതൃത്വമോ അല്ലെങ്കിൽ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റോ ഇതിൽ സംസ്ഥാന സർക്കാരിന്റെ റോളിനെ സംബന്ധിച്ച് കൃത്യത വരുത്താതിരുന്നത്? ഞങ്ങൾ എത്രയോ തവണ പറഞ്ഞു, അപ്പോഴും BJP-യുടെ നേതാക്കളെ പലപ്പോഴും പറയാൻ വന്നിട്ടില്ല. അപ്പോൾ അവിടെ അതാണ് പ്രശ്നം. ഈ മുഖ്യമന്ത്രിക്കും മുഹമ്മദ് റിയാസിനും മേനി നടിക്കാനുള്ള അവസരമായി ഈ പ്രോജക്റ്റിനെ വിട്ടുകൊടുക്കുന്നതിൽ BJP-യും കണ്ണടച്ചു കൊടുത്തു എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. അശാസ്ത്രീയമായ നിർമ്മാണത്തിൽ അതിവേഗം പൂർത്തീകരിക്കാനുള്ള സമ്മർദ്ദമടക്കം സംസ്ഥാന സർക്കാർ ചെലുത്തി എന്നൊരു ആരോപണമാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്. ഞാൻ അങ്ങനെയൊക്കെ